അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിസേബിൾഡിന്റെ നേതൃത്വത്തിൽ ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പേഡിന്റെ സഹകരണത്തോടെ നിരാമയ ഇൻഷുറൻസ്, ലീഗൽ ഗാർഡിയൻഷിപ്പ് എന്നിവയെക്കുറിച്ചുള്ള പഠന ക്ലാസ് ഫെബ്രുവരി 19 രാവിലെ 10 മുതൽ ഏറ്റുമാനൂർ സെന്റ് ജോസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ചെയർമാൻ ഫാദർ റോയ് വടക്കേൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് മുരളി വേങ്ങത്ത് അധ്യക്ഷത വഹിക്കും. ജില്ലാ കോർഡിനേറ്ററും സെന്റ് ജോസ് സ്കൂൾ പ്രിൻസിപ്പാളുമായ സിസ്റ്റർ അനുപമ മുഖ്യപ്രഭാഷണം നടത്തും. നാഷണൽ ട്രസ്റ്റ് ജില്ലാ കോർഡിനേറ്റർ സണ്ണി ജോസഫ് പഠന ക്ലാസ് നയിക്കും. 1999 നാഷണൽ ട്രസ്റ്റ് അനുസരിച്ച് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗമായി കരുതി സംരക്ഷണം നൽകി വരുന്ന ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ 4 വിഭാഗങ്ങൾക്ക് ആശുപത്രി ചെലവ് ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ഇൻഷുറൻസ്. ഈ പദ്ധതി പ്രകാരം ഒരു വർഷം ലഭിക്കുന്ന പരമാവധി ഇൻഷുറൻസ് തുക 1 ലക്ഷം മാത്രമാണ്. ഈ തുക നിശ്ചയിച്ചത് 1999 2026 ആയിട്ടും ഈ തുകയിൽ ഒരു വർധനവും വരുത്തിയിട്ടില്ല. 25 വർഷം കൊണ്ട് ചികിത്സാ ചെലവിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട് എന്നത് പരിഗണിച്ച് നിരാമയ ഇൻഷുറൻസ് തുക 5 ലക്ഷമായി ഉയർത്തണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നിവ ബാധിച്ച വ്യക്തികൾക്ക് നിയമപരമായ രക്ഷാകർത്താവിനെ കണ്ടെത്തി ലീഗൽ ഗാർഡിയൻഷിപ്പ് നൽകുന്നതാണ് ലീഗൽ ഗാർഡിയൻഷിപ്പ് പദ്ധതി. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കോർഡിനേറ്റർ സിസ്റ്റർ അനുപമ, ജില്ലാ പ്രസിഡന്റ് മുരളി വേങ്ങത്ത്, ജില്ലാ സെക്രട്ടറി ടോമി ജോസഫ്, സംസ്ഥാന ട്രഷറർ ജെന്നി തോമസ് എന്നിവർ പങ്കെടുത്തു. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ രക്ഷിതാക്കൾ രൂപം കൊടുത്തൊരു സംഘടനയാണ് പേഡ് എന്ന് പറയുന്നത്. പേരൻസ് അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിഫറൻ്റ്ലി ഏബിൾഡ്. അത് ഐഡിൻ്റെ അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിസേബിൾഡിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഈ സംഘടന രൂപീകൃതമായിട്ടുള്ളത്. 2018 ഈ സംഘടന രൂപീകരിച്ചത്. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്ററിൽ പഠിക്കുന്ന കുട്ടികൾ, ഇവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പേഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് 2018 മുതൽ അംഗീകൃത സംഘടനയായി ഇത് പ്രവർത്തിച്ചു വരുന്നു. അവകാശ സംരക്ഷണത്തിന് പുറമെ പഠന ക്ലാസുകൾ നടത്തുക, ശില്പശാലകൾ സംഘടിപ്പിക്കുക, മോട്ടിവേഷൻ ക്ലാസുകൾ നടത്തുക, പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക, ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിപ്പിക്കുക, ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ വഴി ഈ സംഘടന കേരളത്തിലുടനീളം വിജയകരമായി പ്രവർത്തിച്ചു വരികയാണ്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.